ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ റെസിപ്പി മിനി ചിക്കൻ റോളാണ്. നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായ ഒരു ചിക്കൻ മിനി റോളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ചട്ടി വെച്ച് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മസാല പെട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ചിക്കൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലാണ് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ എണ്ണയിലോട്ട് നമുക്കിതാ സവാള ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ നീളത്തിലരിഞ്ഞതാണ്. നീളത്തിലരിഞ്ഞ സവാളയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉപ്പൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമുക്കൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് ഒരു പച്ചമുളകാണ്. ഞാനൊരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലകളുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്തൊന്നും എടുക്കുന്നില്ല. അതാ ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കിയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കതുപോലെ തന്നെ ഇതാ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ സമൂസ ഷീറ്റ് വെച്ചാണ് ഈ റോൾ തയ്യാറാക്കുന്നത്. ഒരു സമൂസ ഷീറ്റ് എടുത്ത ശേഷം അത് നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതാ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത് ഇതിൻ്റെ അറ്റത്ത് നമുക്ക് കുറച്ച് മൈദ പശ ഒട്ടിച്ചു കൊടുക്കാം. മൈദ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കലക്കിയതാണ്. അതും കൂടെ നമുക്കിതാ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതാ ഈ രണ്ട് സൈഡിൽ നമുക്ക് മൈദ ചേർത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഓരോ റോളും തയ്യാറാക്കാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ മിനി ചിക്കൻ റോൾ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് ഫ്രൈ ആയി വരുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ അതിൻ്റെ ഒരു സൈഡ് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഫ്താറിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മിനി ചിക്കൻ റോളാണിത്. സമൂസ ഷീറ്റ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ മറ്റു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ ഇതെല്ലാം നമ്മൾ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളിത് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളിതാ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിനി ചിക്കൻ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഫ്താർ റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.